നമസ്കാരം. ഭാരതത്തിന്റെ അഖണ്ഡതയെയും സുരക്ഷാ സംവിധാനങ്ങളെയും ലോകത്തിനു മുന്നിൽ പിച്ചിച്ചീന്താൻ വിദേശ ശക്തികൾ നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് ഒത്താശ പാടിക്കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി അധപ്പതിക്കുന്നു. അമേരിക്കൻ സമിതിയായ യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പുറത്തുവിട്ട റിപ്പോർട്ടും അതിനോടുള്ള രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും മൃദു സമീപനവും വിരൽ ചൂണ്ടുന്നത് വലിയൊരു അപകടത്തിലേക്കാണ്. രാജ്യത്തിന്റെ കാവൽക്കാരായ രഹസ്യാന്വേഷണ ഏജൻസി റോയെ തകർക്കാൻ വിദേശികൾ എറിഞ്ഞുകൊടുത്ത വലയിൽ രാഹുൽ ഗാന്ധി വീണു കഴിഞ്ഞു എന്ന പരിഹാസമാണ് ഇപ്പോൾ രാജ്യമെങ്ങും ഉയരുന്നത്. ഭാരതത്തിൽ മതസ്വാതന്ത്ര്യമില്ലെന്നും ഇന്ത്യ പ്രത്യേക ശ്രദ്ധ വേണ്ട രാജ്യം, കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ ആയി പരിഗണിക്കണമെന്നുമാണ് റിപ്പോർട്ടിലെ വാദം. എന്നാൽ ഈ റിപ്പോർട്ടിന് പിന്നിലെ കറുത്ത കൈകൾ ആരുടേതാണെന്ന് പരിശോധിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. ഈ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആസിഫ് മഹ്മൂദ് എന്ന പാകിസ്ഥാൻ വംശജനായ അമേരിക്കക്കാരനാണ്. പാകിസ്ഥാൻ ഏത് കണ്ണിലൂടെയാണ് ഭാരതത്തെ നോക്കുന്നത്, അതേ വിഷം കലർന്ന കണ്ണിലൂടെയാണ് ഈ റിപ്പോർട്ടും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തോടുള്ള പാകിസ്ഥാന്റെ കലിപ്പ് തീർക്കാൻ അന്താരാഷ്ട്ര വേദികളെ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിന് വക്കാലത്ത് പിടിക്കാൻ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവിന് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. റിപ്പോർട്ടിലെ ഏറ്റവും അപകടകരമായ ഭാഗം ഭാരതത്തിന്റെ അഭിമാനമായ രഹസ്യാന്വേഷണ ഏജൻസി റോയ്ക്കും RSSനുമെതിരെ അന്താരാഷ്ട്ര ഉപരോധം ഏർപ്പെടുത്തണം എന്നതാണ്. 1968 രൂപീകൃതമായത് മുതൽ ഇന്ന് വരെ 10,000-കണക്കിന് ഓപ്പറേഷനുകളിലൂടെ ഭാരതത്തെ ഭീകരവാദികളിൽ നിന്നും വിദേശ ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നത് റോയാണ്. പേരും മുഖവുമില്ലാതെ രാജ്യത്തിനായി ജീവൻ നൽകിയ എത്രയോ ഉദ്യോഗസ്ഥർ. നമ്മുടെ സുരക്ഷാ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരു വിദേശ റിപ്പോർട്ടിനെ തലയിൽ ചുമന്ന് നടക്കാൻ രാഹുൽ ഗാന്ധിക്ക് നാണമില്ലേ? രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ തകർക്കാൻ നോക്കുന്ന വിദേശ ശക്തികളുടെ കയ്യിലെ വെറും ഒരു കരുവായി രാഹുൽ മാറിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ BJP വക്താവ് ഗൗരവ് ഭാട്ടിയ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാപ്പരത്തെ തുറന്നു കാട്ടുന്നതായിരുന്നു. നരേന്ദ്രമോദിയോടോ BJPയോടോ നിങ്ങൾക്ക് രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടാകാം, ജനാധിപത്യത്തിൽ അത് സ്വാഭാവികമാണ്. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസികളെയും അന്താരാഷ്ട്ര പ്രതിച്ഛായയും തകർക്കാൻ നോക്കുന്ന വിദേശ റിപ്പോർട്ടുകളെ കൂട്ടുപിടിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ് എന്ന് ഗൗരവ് ഭാട്ടിയ ചോദിച്ചു. ഭാരതത്തെ സ്നേഹിക്കുന്ന, കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ഈ രാജ്യത്തിന് ആവശ്യം. എന്നാൽ രാഹുൽ ഗാന്ധി എപ്പോഴും ഭാരത വിരുദ്ധ ശക്തികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് BJP ശക്തമായി ഉന്നയിക്കുന്നത്. ഇതാദ്യമായല്ല രാഹുൽ ഗാന്ധി വിദേശ ശക്തികൾക്ക് ഇന്ത്യയെ തളർത്താൻ അവസരം ഒരുക്കി കൊടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയിലെ ജനാധിപത്യം അപകടത്തിലാണെന്നും വിദേശ ഇടപെടൽ വേണമെന്നും പരോക്ഷമായി സൂചിപ്പിക്കുന്ന രാഹുലിന്റെ മുൻകാല പ്രസംഗങ്ങൾ ഇതിനോടുകൂട്ടി വായിക്കേണ്ടതാണ്. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു സാമ്പത്തിക പ്രതിരോധ ശക്തിയായി വളരുകയാണ്. നമ്മുടെ ഈ വളർച്ച കണ്ട് കണ്ണുകടിക്കുന്ന വിദേശ രാജ്യങ്ങൾക്ക് സപ്പോർട്ട് നൽകുകയാണോ ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത്? ഇന്ത്യയെ മോശക്കാരനാക്കാൻ കിട്ടുന്ന ഒരവസരവും രാഹുൽ ഗാന്ധി പാഴാക്കാറില്ല. രാജ്യത്തെ തളർത്താൻ ആരെങ്കിലും വന്നാൽ നമ്മൾ വിട്ടുകൊടുക്കണോ? ഇത്തരം വിദേശ കളികളിൽ നമ്മുടെ നേതാക്കൾ വീണുപോകുന്നത് ശരിയാണോ? സ്വന്തം രാജ്യത്തിന്റെ സൈന്യത്തെക്കാളും ഏജൻസികളെക്കാളും രാഹുലിന് വിശ്വാസം വിദേശ കമ്മീഷനുകളെയാണോ? രാഹുൽ ഗാന്ധി പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളിലൂടെ വിദേശികളുടെ ഒരു പാവയായി തുടരുന്നത് ഭാരതം പോലെയുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിന് അപമാനമാണ്. രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് കുടപിടിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കളെ രാജ്യം തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യസുരക്ഷയുടെ കാവൽക്കാരായ റോയെ തൊടാൻ വരുന്നവർക്ക് മറുപടി നൽകാൻ ഭാരതം സജ്ജമാണ്. രാഹുൽ ഗാന്ധി തന്റെ രാജ്യവിരുദ്ധ നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ കാലം രാഹുലിന് മാപ്പ് നൽകില്ല. വെബ് ഡെസ്ക് തത്വമൈ TV.